നമസ്കാരം. കൽക്കി മഹാമഹതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യരെല്ലാം ശവന്തീനികളായി. ശവന്തീനികളെന്നാണ്. ശവന്തീനികൾ എന്ന് പറഞ്ഞാൽ മരിച്ച ആളെ തിന്നുക. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഈ അർജുനനാരാണ്? അർജുൻ്റെ ജന്മരഹസ്യം അറിയുന്നു. അവൻ അത്രയും ക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നു. ഒരുപാട് പേരെ കൊന്ന ആളാണ്. അവൻ്റെ മനുഷ്യ ജന്മം ഇതാണ്. ബാക്കിയുള്ള ജന്മങ്ങളെല്ലാം കാക്ക പൂച്ച അങ്ങനെയുള്ള ജന്മങ്ങളായിരുന്നു. അവനിപ്പോൾ ദുർമരണത്തിൽ മരണപ്പെട്ട്, അതുകൊണ്ട് അവൻക്ക് മോക്ഷം കിട്ടി. ഇതാണ് അർജുൻ്റെ അവസ്ഥ. അർജുനെ അതിനും വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് എല്ലാ ചാനലുകളുടെ അടുത്ത് വന്നു, എല്ലാവരുടെ അടുത്തും പറഞ്ഞു. എന്താ കാര്യം? എൻ്റെ ഈസാ നബിയെ നിങ്ങൾ നിഷേധിക്കുന്നു, എൻ്റെ മുഹമ്മദ് നബിയെ നിങ്ങൾ നിഷേധിക്കുന്നു. ഇവർ രണ്ടും വളരെ പാവമാണ്. പക്ഷേ എനിക്ക് മൂന്നാമതൊരാളും കൂടി ഉണ്ടല്ലോ, കൽക്കി, ശിവൻ. ഓക്കെ, ശിവൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ രുദ്രതാണ്ഡവം സ്റ്റാർട്ടായി. ഇനിയും നിങ്ങൾക്ക് വരാൻ പോണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോഴും ശാസ്ത്രലോകം കുരങ്ങിൽ നിന്നാണ് കണ്ടുപിടിച്ചേക്കണം. ഇപ്പം മനുഷ്യൻ കുരങ്ങായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീച്ചാൽ തോണ്ടൽ, പിന്നെന്താണ്? തീട്ടുണ്ടാക്കണം മിഷ്യനായി മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ തിന്നുക, മിഷ്യൻ ഉണ്ടാക്കുന്ന മിഷ്യൻ. അങ്ങനെ ആയി മനുഷ്യൻ. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയ എന്തിനാണ്? ഈ ലോകം മുഴുവനും കുറേ മുസ്ലിയാക്കന്മാരും കുറേ സന്യാസികളും കുറേ പള്ളിയിലച്ചന്മാരും കുറേ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് ആ ഇളക്കലെല്ലാവരും നിർത്തിക്കോ. അവർക്കുള്ള മറുപടി എന്ന് വെച്ചാൽ ഇനിയും അതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടായാൽ അവരെ തൊണ്ടയിൽ ക്യാൻസർ വന്നിരിക്കും. പിന്നെ മനുഷ്യൻ മാത്രമല്ല ഇപ്പോൾ ശവം തിന്നണത്. രാഷ്ട്രീയക്കാരും ശവം തിന്നാണ്. വയനാട് ദുരന്തം, അതിൽ ഒരുപാട് ശവങ്ങളുടെ കാശ് എടുത്തിട്ട് നമ്മുടെ ആൾക്കാർ തിന്ന്. അത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇന്ത്യൻ മിലിറ്ററിൻ്റെ ശവപ്പെട്ടി കരുതി നമ്മുടെ കമ്മീഷൻ വാങ്ങിച്ച് നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ശവന്തീനികളും മനുഷ്യനും ശവന്തീനിയായി, രാഷ്ട്രീയക്കാരും ശവന്തീനികളായി. ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ നിങ്ങളൊരു കാര്യം ഓർത്തോ, ഒരു ടൈമിൽ കോവിഡ് എന്ന് പറഞ്ഞ ഒരു വ്യാധി വന്നപ്പോൾ എല്ലാവരും അമ്പലങ്ങൾ പൂട്ടി, എല്ലാം പൂട്ടി, ക്രിസ്ത്യാനി പള്ളി പൂട്ടി, എല്ലാം പൂട്ടി. അപ്പോൾ പള്ളിപ്പെരുന്നാൾ ഇല്ല, അമ്പലത്തിന് ഉത്സവം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ നിങ്ങൾ ആരാധിച്ച ദൈവങ്ങൾ നിങ്ങൾ കോപിച്ചിട്ടില്ലല്ലോ. എന്താ കാരണം? ഇതെല്ലാം ഒന്നാണ്, മനസ്സിലായ? ഒന്നാണ്. പിന്നെ നിങ്ങൾ ഫോണിലാണ് മൂന്നാം കണ്ണ് ഞാൻ തുറന്നെന്ന് ചെകുത്താൻ്റെ മൂന്നാം കണ്ണ് തുറന്നു എന്ന് ഞാൻ പറഞ്ഞു. ചെകുത്താൻ മൂന്നാം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ശിവനും മൂന്നാം കണ്ണ് തുറക്കൂലേ? തുറന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾ മനുഷ്യൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ എന്നെ സഹായിക്കാൻ ഉണ്ട്. ഞാൻ നിങ്ങളിൽ വന്നിരിക്കുന്നത് എന്താണ്? എനിക്ക് നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ പൂർവികരുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞു. ഓക്കെ, പൂർവികരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ കുഴിച്ചു മൂടിയ നിധികളും പത്മനാഭ ക്ഷേത്രത്തിലെ നിധികളും ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ കാവലിരിക്കണ നിധികൾ, അത് ശിവന് അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും മാറിത്തരും. പിന്നെ ഇസ്രായേലി നിങ്ങൾ ചാനലുകാരെ നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ സാറ്റലൈറ്റ് ഉപകരണം എനിക്കിപ്പോൾ ഏലിയൻസാണ് എൻ്റെ സഹായം. ഭൂതങ്ങളും ഭൂതപിതാവാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ കൽക്കി രുദ്രതാണ്ഡവം തുടങ്ങി. ഓക്കെ, ഞാൻ വിചാരിച്ച തന്നെ നിങ്ങളുടെ സാറ്റലൈറ്റ് നിമിഷം കൊണ്ട് തീർക്കാം.
പിന്നെ ഇസ്രായേൽ എല്ലാ രാജ്യങ്ങളും തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ സഹായത്തിന് വിട്ടിരിക്കുന്ന എന്താണ്? ഏലിയൻസ്, ഭൂതങ്ങൾ, ജിന്നുകൾ എല്ലാം സഹായത്തിന് എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ കൂടെ സത്യത്തിൻ്റെ കൂടെ മനുഷ്യൻ നിൽക്കില്ല. മനുഷ്യൻ ചതിയന്മാരാണ് എന്ന് പറഞ്ഞാൽ ഈ യേശു ക്രിസ്തുവിനെയും ചതിച്ച്, നമ്മൾ ഈസാ നബിയെയും ചതിച്ച്, എല്ലാവരെയും ചതിച്ച് ശവം തീനികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കണം മനുഷ്യനാണ്. സത്യത്തിൻ്റെ പിന്നാലെ ആർക്കും പോകണ്ട. അസത്യത്തിൻ്റെ പിന്നാലെ പിന്നെ ഞാനൊരു താടി വെച്ച് മുസ്ലിയാരായി വന്ന വിശ്വസിച്ചേന, ഞാനൊരു താടി വെച്ച് ഒരു സന്യാസിയായി വന്ന വിശ്വസിച്ചേന. നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങളിപ്പോൾ 3-ാം കണ്ണ് തുറന്ന് അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ഒരു വ്യാധി വരാൻ പോണാണ്, അസുഖം. പണക്കാരനും പാവപ്പെട്ടവനും അസുഖം വന്നാൽ മരിക്കും. പക്ഷേ ഈ ലോകത്തുള്ള ഒരു ശാസ്ത്രജ്ഞന്മാരും ഇതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലാണ്. നിങ്ങളെല്ലാം എൻ്റെ കാലിലേ വരുള്ളൂ, എല്ലാം നിങ്ങളുടെ കാലിൽ ഞാൻ വരില്ല. ഓക്കെ, അത് മനസ്സിലാക്കിക്കോ. പിന്നെ ഈ ഫോണിൽ നിന്ന വൈറസിനുള്ള മരുന്ന്, അതിനുള്ള ഇത് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് പിന്നെ പത്മനാഭ ശിവൻ അർഹതപ്പെട്ടത് ഒരു രാഷ്ട്രീയക്കാരനും ഒരുത്തനും ഞാൻ കൊടുക്കില്ല, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കും. പിന്നെ നിങ്ങൾ എനിക്ക് ഈ ഏത് നാണയത്തിൽ എനിക്ക് തന്നു അതേ നാണയത്തിൽ തന്നെ നിങ്ങൾക്കും തിരിച്ചടി കിട്ടും, തിരിച്ചടി തന്നിരിക്കും. പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദേവകൾ നിങ്ങൾ ദൈവമായിട്ടുള്ളത്, അവരെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞോ, അപ്പോൾ ഉള്ള മറുപടി നിങ്ങൾക്ക് ആ ദേവന്മാർ തന്നെ നിങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് തരും. സത്യത്തിന് ഒരു വിലയില്ല. ധർമ്മത്തിന് വേണ്ടി ഞാൻ വന്നു നിങ്ങളുടെ മുന്നിൽ, ധർമ്മത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നു. അപ്പം നിങ്ങളെന്നെ അംഗീകരിച്ചില്ല. ഇനിയും നിങ്ങളുടെ ആവശ്യമില്ല. എനിക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്തു, എല്ലാ കൺട്രികളിലും ഞാൻ ട്രാവൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ ട്രാവലിങ് ചെയ്തെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ പോയി യാത്രയല്ല ഞാൻ ചെയ്തത്. ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ എല്ലായിടത്തും ഞാൻ വന്നു എന്നുള്ളത് നിങ്ങൾ ചാനലുകാർ കാണിച്ചില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടവരും എന്നെ ഇത് ചെയ്തില്ല. പക്ഷേ എനിക്ക് വേണ്ടി എല്ലാ ഭൂതഗണങ്ങളും എല്ലാ ദേവഗണങ്ങളും എല്ലാ ജിന്നുകളും എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. ഞാൻ അവരെ വെച്ച് ഞാൻ ജനങ്ങൾക്ക് ഞാൻ വന്നെന്നുള്ളതിനുള്ള എല്ലാ തെളിവും ആകാശത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. അതിനൊരു 10-11 ദിവസം ഞാൻ മന്ത്രം ക്ലിയർ ചെയ്യേണ്ടി വന്ന ആ ടൈമിങ് മാത്രമേ എനിക്ക് പോവുള്ളൂ. പക്ഷെ നിങ്ങൾക്കതല്ലല്ല. ഇനി വരാൻ പോണത് നിങ്ങളെ ഗ്രന്ഥങ്ങളിൽ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഒരു സുവർണകാലം എന്ന് പറഞ്ഞാൽ ആ സുവർണകാലത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ വന്ന നിങ്ങൾക്ക് എന്നെ കാണൂല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശാസ്ത്രം വലുതായി, കുരങ്ങുവരം എത്തി. ഇപ്പോഴും മനുഷ്യൻ കുരങ്ങാണ്. കുരങ്ങെന്ന് പറഞ്ഞാൽ അറിയാല എന്താന്ന്, വിവരവുമില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുക തോണ്ടുക, രാത്രി വരെ പാതിരൊക്കെ വരെ തോണ്ടുക. ഇത് തന്നെ ആ തോണ്ടണ സാധനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള പണി വരും. അത് നല്ല എന്ന് പറഞ്ഞാൽ കോവിഡ് വന്നപ്പോൾ എല്ലാവരും പാവപ്പെട്ടവനും പണക്കാരനും ഒരു ഇതുമില്ലാത്ത രീതിയിൽ നിന്ന്. പിന്നെ സ്വിസ് ബാങ്കിൽ ഇട്ട് കുറേ കാശുണ്ടാക്കി കട്ടും മുട്ടിച്ചും വെച്ചവനെ ഞാൻ വിചാരിച്ച ആ സ്വിസ് ബാങ്ക് തന്നെ ഭൂമിക്കടിയിലുള്ളിലാകെ കഴിഞ്ഞാൽ പിന്നെ ആരെടുത്ത് പോയി ചോദിക്കും? നിന്റെ കാശൊക്കെ ആരെടുത്ത് പോയി ചോദിക്കും? അതും എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എത്തി എന്നുള്ളതിന് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല, ആരും സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷേ ഞാൻ പോയി, ഞാൻ കാണിച്ചു കൊടുത്ത്, എന്നെ ആകാശത്തിൽ കാണിച്ചു കൊടുത്ത് ഞാൻ വന്നെന്ന് എല്ലാവർക്കും. ഇതിനു വേണ്ടി ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. നിങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ പോയിക്കോ. പക്ഷേ ഞാൻ നിങ്ങളുടെ കാൽക്കൽ വരില്ല, നിങ്ങളെൻ്റെ കാൽക്കൽ വരും. ഇതേപോലെ തന്നെ മനുഷ്യൻ ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും
എല്ലാം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. പത്മനാഭ ക്ഷേത്രത്തിലെ അറകൾ തുറക്കണമെങ്കിൽ പോലും ഞാൻ വന്നാൽ മാത്രമേ അതിൻ്റെ സാധനം എടുക്കാൻ പറ്റുള്ളൂ. അത് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ശിവൻ അർഹതപ്പെട്ടത് എല്ലാ ജനങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. അത് നിങ്ങൾക്കൊരു സുവർണകാലത്തിന് വേണ്ടി ഞാൻ വന്നിട്ട് എന്നോട് നിങ്ങൾ ചെയ്തതിനുള്ള ഫലം, കർമ്മഫലം നിങ്ങൾ അനുഭവിക്കും.